തെരുവ് നായ്ക്കളെയും പൂച്ചകളെയും സംരക്ഷിക്കുന്നത് സമീപവാസികൾക്ക് ശല്യമായി. പരാതിയിൽ വാടകക്കാരനെയും മൃഗങ്ങളെയും ഒഴിപ്പിക്കാൻ കോടതി ഉത്തരവ്. വിധി നടപ്പാക്കി ഉദ്യോഗസ്ഥർ. തെരുവ് നായ്ക്കളുടെ ശല്യം നാടാകെ പാട്ടാണ്. ആക്രമിച്ചും കടിച്ചും തിന്നും അവ നാടാകെ വിലസുന്നു. അപ്പോഴാണ് തെരുവു പട്ടികളെ സംരക്ഷിക്കാനായി വാടക വീട്ടിൽ മൃഗസ്നേഹവുമായി ഒരാൾ. എന്നാൽ ഇത് സമീപവാസികൾക്കും വിദ്യാർത്ഥികൾക്കും തീരാ ശല്യമായതോടെ കോടതി ഉത്തരവിലൂടെ ഒഴിപ്പിച്ചു. ആലത്തൂർ പുതിയങ്കത്താണ് വീട്ടിൽ 20ഓളം നായ്ക്കളും പൂച്ചകളുമായി 65കാരൻ താമസം ആരംഭിച്ചത്. പുതിയങ്കം വേലക്കണ്ടം സ്വദേശി KG സതീഷ് കുമാറിന്റേതാണ് വാടക വീട്. വീട്ടിനകത്തും കോമ്പൗണ്ടുകളിലുമായി മൃഗങ്ങൾ വാഴുന്നത് സമീപവാസികൾക്ക് ശല്യമായതോടെയാണ് വാടകക്കാരനെയും നായ്ക്കളെയും കൂട്ടത്തോടെ ഒഴിപ്പിക്കാനായി ആലത്തൂർ കോടതിയെ സമീപിച്ചത്. 2025 നൽകിയ ഹർജിയിൽ വാടകക്കാരനെയും നായ്ക്കളെയും ഒഴിപ്പിക്കുന്നത് നടപ്പാക്കി ഉദ്യോഗസ്ഥർ. ഇന്ന് രാവിലെയാണ് കോടതി വിധി നടപ്പാക്കാനായി വില്ലേജ് റവന്യൂ അധികാരികൾ എത്തിയത്. ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന വ്യക്തി പട്ടികളെയും പൂച്ചകളെയും വീട്ടിനകത്തേക്ക് വളർത്തി പരിസരവാസികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി. അതിൽ തൊട്ടടുത്താണ് അങ്കണവാടിയും LP സ്കൂളും. അവരുടെ ടീച്ചർമാരും കുട്ടികളുടെ അച്ഛനമ്മമാരും വന്ന് പരാതി കൊടുത്തതിൻ്റെ പേരിൽ ആളെ ഇറക്കാൻ ശ്രമിക്കുന്നതിനെതിരെ കോടതിയിൽ പോയ ആൾക്കെതിരെ ഗൺ കൺട്രോൾ പെറ്റീഷൻ പ്രകാരം നടപടിയെടുത്ത് ആലത്തൂർ മുനിസിപ്പൽ കോടതി വിധി പ്രകാരം എക്സിക്യൂഷൻ പെറ്റീഷൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതുപ്രകാരം പട്ടികളെയും വാടകക്കാരനെയും മോഹനൻ P എന്ന വ്യക്തിയെയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. നാട്ടുകാരും മറ്റും സ്ഥലത്ത് തടിച്ചുകൂടി. 2024 കുടുംബം ഇവിടെ താമസമാക്കിയത്. വീട്ടാവശ്യത്തിനെന്ന് പറഞ്ഞാണ് വീടെടുത്തത്. എന്നാൽ പിന്നീട് തെരുവ് നായ്ക്കളെയും തെരുവ് പൂച്ചകളെയും കൂട്ടത്തോടെ ഇവിടെ താമസിപ്പിക്കുകയായിരുന്നു. സ്ത്രീകളടക്കം ഇവിടെ പതിവായി നായ്ക്കളെ പരിപാലിച്ചിരുന്നു. ഹൈസ്കൂളും അങ്കണവാടിയും പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. നായ്ക്കളുടെ കുരയും പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടായതോടെയാണ് വീട്ടുടമ ഒഴിയാൻ ആവശ്യപ്പെട്ടത്. തുടർന്നും ഒഴിയാൻ തയ്യാറാവാതെ വന്നതോടെയാണ് ആലത്തൂർ മുനിസിപ്പൽ കോടതിയെ സമീപിച്ചതും ഒഴിപ്പിച്ചതും. ശല്യപ്പെടുത്തിയതാണ്. ഈ റോഡിൽ കൂടെ ഒരു മനുഷ്യർക്ക് നടന്നു പോകാൻ പറ്റില്ല, കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിനെതിരെ ആലത്തൂർ പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി ഇതുവരെ തീർപ്പാക്കിയിട്ടില്ല. അതിനെതിരെ നടപടിയെടുത്തിട്ടില്ല. തെരുവ് പട്ടികളെ വീട്ടിനകത്ത് താമസിച്ച് പാർപ്പിച്ച് അത് പ്രസവിച്ച് കൂട്ടി നാട്ടുകാർക്ക് ശല്യത്തിന് പോലെ ഈ ഒരു 123 വർഷം പഴക്കമുള്ള വീടാണ്. ആ വീടിൽ ഇനിയിപ്പോൾ ആരും താമസിക്കാൻ പറ്റാത്തയും അതിനെ റിനോവേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാക്കി മാറ്റിയിരിക്കുക. അതായത് വാടക കൊണ്ടല്ല, ഇനി എനിക്കിത് പൊളിച്ച് കളയാൻ മാത്രമേ പറ്റുന്നു എന്ന അവസ്ഥയാക്കിയിരിക്കുന്നു. ഇതാണ് ഒരു വാടകക്കാരന് കൊടുത്താലുണ്ടാകുന്ന അവസ്ഥ. ഇക്കഴിഞ്ഞ ജൂൺ 30-നകം പകരം വീട് കിട്ടുന്ന മുറയ്ക്ക് ഒഴിയാമെന്ന് വാടകക്കാരനായ മോഹനൻ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. എന്നിട്ടും ഒഴിയാതായതോടെയാണ് ജൂലൈ 27-ന് വിധി നടപ്പാക്കാനായി അധികൃതരെത്തിയത്. ഈ തെരുവുപട്ടികൾക്കെതിരെ എടുക്കേണ്ട നടപടിയെക്കുറിച്ച് വ്യക്തമായ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നടപടി പ്രകാരം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും വാർഡ് മെമ്പർമാരും ഉത്സാഹിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ പരിസരവാസികൾക്കോ വാടകയ്ക്ക് കൊടുക്കുന്ന വീട്ടുടമസ്ഥർക്കോ വരില്ലായിരുന്നു. ഇത് എടുക്കാത്തതിൻ്റെ കാരണം കൊണ്ടാണ് കോടതി ആലത്തൂർ മുനിസിപ്പൽ കോടതിയാണ് ഇന്ന് തന്നെ ഇറങ്ങണമെന്നും ആമീൻ അയക്കുകയും ചെയ്തതും. അങ്ങനെ കോടതി നടപടികളിൽ കൂടെ മാത്രമാണ് ഈ ഒരു പരിഹാരം എത്തിയിരിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.